ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്തായാലും അവിടെയൊക്കെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കുറേ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഇവിടെ ഒരുപാട് ടി വികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളി ടി വിസ് ഉണ്ടായിരുന്നു. ടി വി ഒക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇടത്തില്ലേ, ആ വീഡിയോസൊക്കെ എന്താണ് സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനോർത്ത് നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കുറേ അധികം ടി വികളുണ്ട്, പല സൈസിലും അടിപൊളിയായിട്ടുള്ള ടി വികളുണ്ട് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് കുറേ ടി വികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാമൻ എന്ന് പറയുന്നത് കേട്ടോ. അമ്മയുടെ ആങ്ങളെയാണ്, അബ്ജു എന്നാണ് കേട്ടോ പേര് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അവിടെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത് ഗായ്സ്. നമ്മൾ ലുലു മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാമനുമായിട്ട് ആദ്യത്തെ തവണയാണ് വരുന്നത് ലുലു മാളിൽ. നമ്മുടെ കോട്ടയം ലുലു മാളിലാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ളതാണ്. പക്ഷേ നല്ല രീതിയിലാണ് തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല രീതിയിലാണ് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടനും അച്ഛനും അമ്മയും മാമനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പ്ലേസൊക്കെ നോക്കി ആ ഒരു വൈറ്റ് കാറാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റാണല്ലോ. അപ്പം ഞാൻ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ ബാക്ക് ടു സ്കൂൾ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത് തന്നെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് കയറാൻ പോണത്. അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിഫിൻ ബോക്സ് ഉണ്ട്, പിന്നെ ക്യൂട്ടായിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ബോക്സിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കുകയായിരുന്നു. പക്ഷേ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടേബിളിലിരിക്കുന്ന ക്യാൻഡിൽ കണ്ടിട്ടില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ വലുതാണ്. അതിന് 500 സംതിങ് ആണ്. ഈ ഒരു ക്യാൻഡിൽ 300 സംതിങ് ആണ് കേട്ടോ വില വരുന്നത്. പിന്നെ കുന്നിക്കുരുവൊക്കെ പാക്കറ്റിൽ വരുന്നതിന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവാട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളുണ്ട്. എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പതിയെ ഓരോന്ന് അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കി നോട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഓർഗനൈസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മാത്രം ഏതോ യൂട്യൂബർ വന്നെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറയാം, എന്നെ പ്രാങ്ക് ചെയ്താണ്. എനിക്ക് നല്ല സാഡായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം നിങ്ങൾ എൻ്റെ ടേബിളിൽ കണ്ടിട്ടുണ്ടാവില്ലേ, പെന്നൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഗ്ലാസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് അപ്പുറത്ത് ഇതുപോലെ ബാക്ക് ടു സ്കൂൾ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് കുറേ സാധനങ്ങൾ നോക്കിയപ്പോൾ 2 സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറേ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിനൊന്നും ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ് അവിടെ എന്ത് സെക്ഷനാണെന്നൊക്കെ. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് KFC എന്നാന്ന് വിചാരിച്ചു. KFC ചേട്ടൻ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലേ KFC എന്ന് ഓർത്തിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ KFCയുടെ ആ ഒരു സ്ഥലം എന്ന് പറയുമ്പം ലൈക്ക് സ്പോട്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. എന്തോ ഒരു പന്തികേടുണ്ടല്ലേ, ഒന്നുമില്ല കേട്ടോ, ചുമ്മാ നടക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നൊക്കെ അന്വേഷിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു KFCയുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നേരെ അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാമൻ ഇതായിട്ട് എൻ്റെ മാമൻ. അപ്പോൾ മാമൻ അമ്മമ്മയ്ക്ക് വയ്യാണ്ടിരുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാഗൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ബാഗും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം. അപ്പം ഞാനതിലവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ താഴേക്ക് പോകുമായിരുന്നു. വണ്ടി കിടക്കുന്നിടത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പം എനിക്കൊരു ഡൗട്ട് അവിടെയാണോ എന്ന്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അല്ലാന്ന് എനിക്ക് മനസ്സിലായപ്പം ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ അങ്ങ് എൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പം അത് കഴിച്ചോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ അല്ലായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ആയിരുന്നു. എന്തായാലും കിട്ടിയത് വെച്ച് ഓണം പോലെ നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല ഇത് കഴിച്ചിട്ട്. പൊട്ട സാധനം, ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പകുതി കുറച്ച് കഴിച്ചിട്ട് ബാക്കി മൊത്തം എൻ്റെ ചേട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.